ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ മൂന്നാർ സ്റ്റേ ചെയ്ത സ്ഥലം വരെയുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത് വട്ടവടയിലാണ്. അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് എടുത്തായിരുന്നു കേട്ടോ. ഓഫ് റോഡ് ജീപ്പ് എടുത്തായിരുന്നു. അപ്പോൾ 2000 ആയിരുന്നു ഓഫ് റോഡ്. നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. കുഴപ്പമില്ലായിരുന്നു. 2000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള തന്നെ ഒരു ഓഫ് റോഡ് യാത്ര തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയൊരു ഓഫ് റോഡെന്ന് പറയാനില്ല, എന്നാൽ ഒരു ഓഫ് റോഡ് അങ്ങനെ ആ രീതിയിലുള്ളൊരു യാത്രയായിരുന്നു. റോഡൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്കങ്ങ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഓഫ് റോഡൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന കുറച്ച് വഴികൾ മാത്രമേ എടുത്തുള്ളൂ. കാരണം വീഡിയോ എടുക്കാനായിട്ട് നമുക്കിനി മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പോകുന്ന വഴിയൊന്നും അധികം അങ്ങനെ എടുക്കാതിരുന്നത്. പിന്നെ പോകുന്ന വഴികളിലൊന്നും അധികം കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാട്ടോ ഇത്. ഇവിടെ കുഞ്ചാക്കോ ബോബൻ്റെ ഏതോ ഒരു സിനിമ, സത്യം പറഞ്ഞ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ആ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ സത്യം പേര് മറന്നുപോയി. ഓർക്കുവാണെങ്കിൽ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ പറയാം. അപ്പം ഇതാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജീപ്പിനെ നിർത്തി തരും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തി തന്നപ്പം ഈ ലൊക്കേഷൻ ഒന്ന് എടുത്തതാണ്. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടോ. അങ്ങനെ ഇതുവരെ ഞങ്ങൾ പോകാത്ത ഒരു ഏരിയയിലൂടെയൊക്കെ ആയിരുന്നു പോയത്. കാരണം പറഞ്ഞായിരുന്നല്ലോ, സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ അതൊക്കെ ഒന്ന് എന്താ പറയുക കവർ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ടടുത്തൊരു ചെറിയ കട പോലെ ഉണ്ടായിരുന്നു. നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയായിരുന്നു കേട്ടോ. എന്നാലും 1-2 വാങ്ങിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് പോകുന്നതിന് ശേഷം വേറൊരു സ്ഥലത്തൊരു എന്താ പറയുക കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിർത്തി തന്നായിരുന്നു. ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി തന്നപ്പോൾ ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കെന്തോ മടിയായി, അങ്ങനെ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വണ്ടിയിലോട്ട് തന്നെ കയറിയിട്ടോ. ഈ സ്ഥലം നല്ല രസമായിരുന്നേ. കുറച്ചൊക്കെ എന്താ പറയുക കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല വെട്ടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ പറ്റിയൊരു പോയിൻ്റായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കണ്ടോ, ചെറിയ ടെൻറ്റ് പോലെ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഉള്ള എന്തെങ്കിലും കൃഷിയുടെയോ ഒക്കെ ആൾക്കാർ താമസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള എന്തോ സെറ്റപ്പുകളാണെന്ന് തോന്നുന്നു. കാരണം വട്ടവട ഫുള്ള് ഫാമേഴ്സിൻ്റെ ഏരിയ ആണല്ലോ. അവിടെ കൂടുതലും എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസിൻ്റെ ബഹളമായിരുന്നു. ജീപ്പിൻ്റെ മേളിൽ കയറുന്ന ഫോട്ടോസും അങ്ങനെ ഫോട്ടോസും ഇങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയതൊരു സ്ട്രോബെറി ഫാമിലോട്ടാട്ടോ. അവിടെ നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ സീസൺ അത്ര കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് നമുക്ക് നല്ല സ്ട്രോബെറി ഒന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാം തന്നെ ഏകദേശം പച്ച അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കതിനെ പറിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് ജീപ്പിലെ ഡ്രൈവർ പറഞ്ഞ് നമുക്ക് തന്നെ പറിച്ച് വാങ്ങിക്കാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ. അവർ തന്നെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ഫാമിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ വിലക്കുറവ് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം വിലയൊക്കെ തന്നെയുണ്ട്. എന്നാലും ഞങ്ങൾ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു. പക്ഷെ അതിൽ എല്ലാം പഴുത്തൊന്നും അല്ലായിരുന്നു, പച്ചയും വാടിയതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടം വരെ നമ്മൾ വന്നതാണല്ലോ, അപ്പോൾ എങ്ങനെ മേടിക്കാതെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാട്ടോ. പിന്നെന്താ, എല്ലാവരും മണ്ടക്കം പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിലെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് ഓൺ വോയിസ് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ കേട്ടോ കേട്ടോ. അതിനേക്കാളും നല്ല നമുക്കൊരു അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ നിന്നൊക്കെ സ്ട്രോബെറി ഒക്കെ മേടിച്ച് പോകുന്നതിന് ശേഷം നമ്മൾ പോകുന്നൊരു വാട്ടർഫോളിലോട്ടാട്ടോ. അത്യാവശ്യം നല്ലൊരു
വാട്ടർഫോളായിരുന്നു കേട്ടോ. കുറച്ച് നടക്കാനുള്ള വഴികളൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു മനോഹാരിത കളയുന്നില്ല. നിങ്ങൾ ഓൺ വോയിസ് തന്നെ കേട്ടിട്ട് വായോ. എൻ്റെ ബാക്കിലോട്ടാക്കുന്നേ ഇതിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഞാൻ ഇന്നാളെ കാണുന്ന അവിടെ ഓപ്ഷൻ എവിടെ നിങ്ങളുടെ കാണാനില്ല. പിന്നെ ഞാൻ പോലെ നോക്കിയിട്ടുണ്ട്. അളകുന്നുണ്ട്.